അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. മഹാത്മാവായ ഷെയ്ഖ് ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ പറയുന്നു, തൻ്റെ ഏകാന്തമായ യാത്രക്കിടയിൽ ഒരു ക്രിസ്ത്യാനിയായ പുരോഹിതനുമായി പരിചയപ്പെട്ടു. ഞങ്ങൾ വിജനമായ ഒരു മലഞ്ചെരിവിലൂടെ കുറേ ദിവസം ഒരുമിച്ച് യാത്ര ചെയ്തു. ഞങ്ങളുടെ കൈവശം ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഞങ്ങൾ തളർന്നു. ഭക്ഷണം കഴിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞിരുന്നു. ഇനി വല്ലതും കഴിക്കാതെ മുന്നോട്ട് നീങ്ങാൻ വയ്യാത്ത പരുവത്തിലായി. അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു, പുണ്യാത്മാവേ, അങ്ങയുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, നമ്മുടെ വിശപ്പടക്കാൻ കുറച്ച് ആഹാരമെങ്കിലും ലഭിക്കാൻ വേണ്ടി. ശൈഖ് അവറുകൾ പറയുന്നു, ഞാൻ ഗത്യന്തരമില്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, ഞാനും എൻ്റെ കൂടെ എഴുതിയ ആളും 7 ദിവസം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വിശന്നിട്ട് വയ്യ, ഞങ്ങൾക്ക് വല്ലതും തരണേ കഴിക്കാൻ വേണ്ടി എന്ന് പ്രാർത്ഥിച്ചു. താമസമില്ലാൻ ഞങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ 2 പേർക്കും വിശപ്പടക്കാനുള്ള ആഹാരം കിട്ടി. പിന്നെയും 7 ദിവസം ഞങ്ങൾ വിജന സ്ഥലങ്ങളിലൂടെ യാത്ര തുടർന്നു. അവിചാരിതമായി കിട്ടിയ ഭക്ഷണമല്ലാതെ പിന്നെ യാതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 7 ദിവസം ഒന്നും ഭക്ഷിക്കാതെ നടന്ന് ഞങ്ങൾ വീണ്ടും ക്ഷീണിതരായി. മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥ വീണ്ടും വന്നു. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് വയറിൽ തീ കത്തുകയാണ്. ഞാൻ ആ പുരോഹിതനോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഊഴമാണ്. നേരത്തെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് നാം 2 പേരും ഭക്ഷണം കഴിച്ചത്. ഇത്തവണ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പുരോഹിതൻ ഉടനെ എന്തോ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആശ്ചര്യം, അധികം താമസിയാതെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി. അതും അവിചാരിതമായി തന്നെ. എനിക്കത് ഭക്ഷിക്കാൻ എന്തോ മടി തോന്നി. കാരണം പാതിരി എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് എനിക്കറിയില്ലല്ലോ. പാതിരി അത് ഭക്ഷിക്കാൻ എന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു.
ഞാൻ മടിച്ചു നിൽക്കുന്നത് കണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിത് ഭക്ഷിക്കണം. ഞാൻ നിങ്ങളെ 2 സന്തോഷ വാർത്ത അറിയിക്കാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ആ 2 സന്തോഷ വാർത്ത? പാതിരി പറഞ്ഞു, ഒന്നാമത്തേത്, ഞാനിതാ മുസ്ലിമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. സാക്ഷ്യം വഹിച്ചു, ഞാൻ മുസ്ലിമായി. ഷെയ്ഖ് തുടരുന്നു, പാതിരിയുടെ ഈ മനസ്സ് മാറ്റത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു. എന്നോടൊപ്പമുണ്ടായ യാത്രയിൽ ഞാൻ നിരന്തരം അദ്ദേഹത്തിന് മതകാര്യങ്ങൾ ഉപദേശിച്ചിരുന്നു. അതിൻ്റെ ഫലം കൊണ്ടായിരിക്കാം പെട്ടെന്ന് ഈ മനപരിവർത്തനമുണ്ടായതെന്ന് ഞാൻ ഊഹിച്ചു. എന്നാൽ പാതിരിയുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയതിൻ്റെ രഹസ്യം എനിക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ ചോദിച്ചു, താങ്കൾ പ്രാർത്ഥിച്ച ഉടനെ ഭക്ഷണം കിട്ടിയതും പെട്ടെന്ന് താങ്കൾ മതം മാറിയതും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? പാതിരി പറഞ്ഞു, ഉണ്ട്. അതാണ് 2ാമത്തെ സന്തോഷ വാർത്ത. അതായത് ഞാൻ പ്രാർത്ഥിച്ചത് ഇപ്രകാരമായിരുന്നു: സൃഷ്ടാവേ, ഇയാൾ നിൻ്റെ പുണ്യവാളനാണെങ്കിൽ ഉടനെ ഞങ്ങൾക്ക് ആഹാരം തരണമേ എന്ന്. ഈ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം കിട്ടിയപ്പോൾ എനിക്ക് ബോധ്യമായി, നിങ്ങളുടെ വിശ്വാസമാണ് സത്യവിശ്വാസമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഉടനെ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചത്. ശൈഖ് അവർകൾ പറയുന്നു, ആ പാതിരി സത്യവിശ്വാസിയായതിൽ ഞാൻ അള്ളാഹുവിന് ധാരാളം ശുക്ർ ചെയ്തു. ആ ഭക്ഷണം ഞങ്ങൾ 2 പേരും കൂടി സന്തോഷത്തോടെ ഭക്ഷിച്ചു. പിന്നെ ഞങ്ങൾ മക്കയിലേക്ക് പോയി. ഹജ്ജ് ചെയ്ത ശേഷം ഞങ്ങൾ 2 പേരുമൊത്ത് അവിടെ 1 കൊല്ലം ഇബാദത്തിൽ മുഴുകി. 1 കൊല്ലത്തിന് ശേഷം ആ പാതിരിയായ ഇസ്ലാം സ്വീകരിച്ച മനുഷ്യൻ മരണപ്പെട്ടു. ഞാൻ അതീവ ദുഃഖിതനായി. അത്രയ്ക്ക് അടുത്തു കഴിഞ്ഞിരുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ. മക്കയിലെ ബത്ഹായിൽ അയാളെ ഖബറടക്കി. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു, താൻ ഉദ്ദേശിക്കുന്നവരെ പിഴവിൽ വിടുന്നു. ഇത്തരം മഹത്തുക്കളുടെ കൂടെ ജീവിത വിജയം പ്രാപിക്കുന്നവരിൽ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.